കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ. ട്യൂഷൻ മാറ്റിവെച്ചു എന്നുള്ളത് മോൾ അറിഞ്ഞില്ലേ എന്നുള്ള ടീച്ചറിന്റെ ചോദ്യം കേട്ടതും ആമ്പലു ഞെട്ടിപ്പോയി. ട്യൂഷൻ ഇല്ലേ? പെണ്ണ് ഞെട്ടിപ്പോയി. ആ, മാഷ് ഇന്ന് നാട്ടിലേക്ക് പോയി. ഇന്നലെ അതുകൊണ്ടാ പിള്ളേര് വന്നപ്പോ പറഞ്ഞയച്ചത്. എന്നാലും എന്താവും ആരും നിന്നോട് പറയാഞ്ഞത്? രമ്യ പോലും പറഞ്ഞില്ലേ മോളെ? ടീച്ചറിന് ശരിക്കും അമ്പരപ്പായിരുന്നു. അത് പിന്നെ ആസിയും നൗഫിയും ഒന്നും ഇപ്പോ വീട്ടിലേക്ക് അങ്ങനെ വിളിക്കാറില്ല. പിന്നെ രമു ഉണ്ടല്ലോ ടീച്ചറെ. അവള് പെട്ടെന്ന് ഓർത്ത പോലെ രമുവിന്റെ വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു ടീച്ചറിനോട്. ഓ, ചിലപ്പോ ഇന്നലെ മുതൽ ഇതിന്റെയൊക്കെ ടെൻഷനിലായി കാണും കൊച്ച്. അതാവും നിന്നോട് പറയാൻ മറന്നുപോയത്. ടീച്ചറും പെട്ടെന്ന് അവൾക്ക് ന്യായം വെച്ചു. ഇനിയിപ്പോ എങ്ങനെയാ? മോള് തിരിച്ചു പോവാണോ? അത് പിന്നെ ടീച്ചറെ, അമ്മയൊക്കെ മരണത്തിന് പോയി. വൈകുന്നേരം വരെ ഇവിടെ ട്യൂഷൻ ഉണ്ടെന്ന് കരുതിയിട്ടാ എന്നെ കൂട്ടാതെ പോയത്. അവര് വരുന്നവരെ ഇവിടെ ഇരിക്കാനാ പറഞ്ഞത്. മടിച്ചാണ് ആമ്പൽ അത്രയും ടീച്ചറിനോട് പറഞ്ഞത്. ആഹാ, അതൊരു നല്ല കാര്യമാണല്ലോ. അപ്പൊ ഇന്ന് മുഴുവനും മോൾ എനിക്ക് കൂട്ടായി ഇവിടെ കാണും അല്ലേ? അത് കേട്ടതും അവളുടെ കണ്ണൊന്ന് ചുരുങ്ങി. പിന്നെ പെട്ടെന്ന് വിടർന്നുകൊണ്ട് സന്തോഷത്തോടെ അവള് തലയാട്ടി. ഹരൺ സാർ ഇല്ലേ ടീച്ചറെ ഇവിടെ? ചുറ്റുപാടും ഒന്ന് കണ്ണു വായിച്ചുകൊണ്ടായിരുന്നു ആ ചോദ്യം. ഉണ്ട് മോളെ, അകത്തുണ്ട്. അവനെപ്പറ്റി ഒന്നും പറയാതിരിക്കുകയാണ് ഭേദം. ചെറുക്കൻ കൊച്ചു പിള്ളേരെക്കാളും കഷ്ടമാണെന്നേ. ഈ കഷായ ലേഹ്യവുമൊക്കെ അവനെ കഴിപ്പിക്കാൻ ഇത്രയും പാടാണെന്ന് എനിക്കറിയാമായിരുന്നെങ്കിൽ സത്യം കുഞ്ഞ്, ഞാൻ ആ ഇംഗ്ലീഷ് മരുന്ന് തന്നെ അവനെ കൊണ്ട് കഴിപ്പിച്ചേനെ. ഇതിപ്പോ എന്നാ പാടാണെന്നോ. ടീച്ചർ മകനെ കൊണ്ട് തോറ്റുന്ന പോലെ തലയിൽ കൈവച്ചു. അപ്പോ സാർ മരുന്നൊന്നും ഇതുവരെ കഴിച്ചില്ലേ? തലേന്ന് മരുന്നൊക്കെ കഴിച്ചോളാം എന്ന് തനിക്ക് വാക്ക് തന്നവൻ തെറ്റിച്ചോ എന്നുള്ളൊരു ധ്വനിയായിരുന്നു അതിൽ മുന്നിട്ട് നിന്നത്. എല്ലാം കഴിച്ചു. എന്തു പറ്റിയാവോ മരുന്നെല്ലാം കഴിക്കുന്നുണ്ട്. പക്ഷെ അതൊന്ന് കഴിപ്പിക്കാനാ പാട്. ഉള്ളിലെ ചതവ് മാറാൻ 3 കഷായമാണ് ഒരുമിച്ച് ചേർത്ത് കുടിക്കേണ്ടത്. എന്റെ പൊന്നു മോളെ, അതങ്ങോട്ട് കയ്യിലേക്ക് കൊടുത്താൽ 1000 വട്ടം മണപ്പിച്ചു നോക്കും. അങ്ങനെ നോക്കി നോക്കി അവസാനം അതിന്റെ മണവും ഗുണവും ഒക്കെ ഇവൻ പുച്ഛിച്ചു തന്നെ കളയിക്കും. അവസാനം അവൻ എന്തോ ആവട്ടെ എന്ന് കരുതി നമ്മൾ പോകാൻ നിൽക്കുകയാണെങ്കിൽ ആർക്കോ വേണ്ടി എന്ന പോലെ കഴിക്കും. സത്യം പറയാല്ല കുഞ്ഞെ, അവൻ മരുന്ന് കഴിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം അവനത് അവന് വേണ്ടിയല്ല കഴിക്കുന്നത്, വേറെ ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണെന്ന്. അത് കേട്ടതും ആമ്പലിന്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. ഇന്നലെ രാവിലെ ആ ചതച്ചെടുത്തത് തേക്കാൻ ഒരു കുഴമ്പുണ്ടായിരുന്നു. അത് തേച്ചിരുത്തിയിട്ട് അവനെ ഒന്ന് കൊടുക്കുന്ന ഏതോ പൊടിയിട്ട് വേണം കഴുകാനും. അങ്ങനെ കുളിക്കാൻ കയറിയിരിക്കുകയാണ്. അത് കഴിച്ചിറങ്ങുമ്പോൾ കഞ്ഞി കൊടുത്തിട്ട് ഒരു മരുന്ന് കൂടിയുണ്ട്. അവൻ അത് കൊടുക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ എന്റെ കൈയും കാലും വിറയ്ക്കുന്നു. അതെന്താ ടീച്ചറെ? അത്രയും വിഷമിച്ചുള്ള ടീച്ചറുടെ പറച്ചിലിൽ അവൾ എടുത്തു ചോദിച്ചു. എന്റെ പൊന്നു കുഞ്ഞെ, ആ ചെറുക്കന് കഞ്ഞി എന്ന് പറയുന്ന സാധനത്തിന്റെ കാ പോലും ഇഷ്ടമല്ല. അവൻ വേണമെങ്കിൽ അതിലെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് ചോറ് വാരി കഴിക്കും. ഇതിപ്പോ വൈദ്യര് പറഞ്ഞിരിക്കുന്നത് നല്ല നാടൻ നെല്ലിന്റെ കുത്തരിക്കഞ്ഞി കൊടുക്കാനാ. ഇന്നലെ രാത്രി അതിനായിരുന്നു ബഹളം. ഇന്നലെ രാത്രിയോടുകൂടി ഇനി മേലാൽ കൊടുക്കില്ലെന്ന് വാക്ക് വാങ്ങിച്ചിട്ടാണ് അവൻ അതിന്റെ 3-4 സ്പൂൺ കഴിച്ചത് തന്നെ. ഇനിയിപ്പോ വീണ്ടും ഞാനത് കൊണ്ടു ചെന്നാലുണ്ടല്ലോ, ദൈവമേ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അത് കണ്ടതും അവൾ അറിയാതെ ചിരിച്ചുപോയി. എന്റെ പാടാദുരിതം കേൾക്കുമ്പോൾ നിനക്ക് ചിരിയാണ് അല്ലേ? പിന്നെ ചിരിക്കാതെ. എല്ലാ ക്ലാസ്സിനെയും വിറപ്പിക്കുന്ന സാറ് ഇവിടെ കഞ്ഞി കുടിക്കാൻ വഴക്കുണ്ടാക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആർക്കായാലും ചിരി വരില്ലേ? അവള് ടീച്ചറിന്റെ ഒപ്പം അടുക്കളയിലേക്ക് നടന്നുകൊണ്ട് പതിയെ ചോദിച്ചു. എങ്കിൽ പൊന്നുമോൾക്ക് അത്രയും സന്തോഷം വരുന്നെങ്കിൽ ഇന്ന് അവന്റെ കഞ്ഞികുടി ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. മോൾ അവനെ സമാധാനത്തിൽ കഞ്ഞി കുടിപ്പിച്ചിട്ട് വന്നാൽ മതി. ദേ ഇരിക്കുന്നു കഞ്ഞി. ഞാനോ ടീച്ചറെ? അവള് പറ്റില്ലെന്ന പോലെ ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് മാറി. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇപ്പൊ അവനെ കഞ്ഞി കുടിപ്പിക്കേണ്ട ജോലി നിനക്കാണ്. ഞാൻ ശരിക്കും കുഴഞ്ഞു മോളെ. ടീച്ചർ ഒട്ടും വിടാതെ അവൾക്ക് മുന്നിലേക്ക് കഞ്ഞി വെച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ടീച്ചറിന്റെ വിഷമം കണ്ടതും അവൾ മറുത്തൊന്നും പറയാതെ കഞ്ഞിയിലേക്ക് നോക്കി. നല്ല ചുവന്ന നെല്ലിന്റെ കുത്തിരിക്കഞ്ഞി. ഇപ്പുറത്തെ കുഞ്ഞു പാത്രത്തിൽ ചമ്മന്തി. ഒപ്പം പപ്പടവും ഒരെണ്ണം പൊള്ളിച്ചു വെച്ചിട്ടുണ്ട്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആഹാരം. മോളെന്താ ഈ കഞ്ഞിയിലേക്ക് തന്നെ നോക്കുന്നത്? അതൊന്നുമില്ല ടീച്ചറെ, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കഞ്ഞിയും ചമ്മന്തിയും പയറുമൊക്കെ. ഹാ,
എനിക്കും അങ്ങനെയൊക്കെ തന്നെ. പിന്നെ ഇവനെന്താ ഇങ്ങനെ ആയിപ്പോയെന്നാ എന്റെ സംശയം. മോളൊരു കാര്യം ചെയ്യ്, ഇവനത് കൊണ്ടുപോയി കൊടുത്തിട്ട് വാ. നമുക്ക് രണ്ടുപേർക്കും കൂടി പിന്നീട് കഞ്ഞി കുടിക്കാം. ടീച്ചറിന്റെ സൂചി പിന്നെയും സാറിൽ തന്നെ ഉടക്കിയതും ആമ്പല് ചിരിച്ചു. കുടിക്കാം, പക്ഷെ കഞ്ഞിക്ക് കുറച്ച് നാളികേരപ്പാലും കൂടി ചേർത്താൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. അവൾ പുഞ്ചിരിയോടെ ടീച്ചറിനെ നോക്കി. നാളികേരപ്പാല് ചേർക്കുമ്പോൾ തന്നെ കഞ്ഞിയുടെ രൂപവും ഭാവവും രുചിയും ഒക്കെ അങ്ങ് മാറില്ലേ? അപ്പൊ പിന്നെ എത്ര ഇഷ്ടമില്ലാത്തവരും നാവിൻ തുമ്പിൽ അതൊന്ന് തൊട്ടാൽ തനിയെ ബാക്കി കഴിച്ചോളും. മനസ്സിൽ അങ്ങനെ ഓർക്കുമ്പോൾ പിണങ്ങിയിരിക്കുന്ന ഒരുവന്റെ മുഖമായിരുന്നു ഉള്ളിലത്രയും. ആണോ? അവളുടെ വിടർന്ന കണ്ണുകൾ കാണാൻ ടീച്ചറും അതേ ആകാംക്ഷയോടെ തിരക്കി. ആന്നേ. എങ്കിലൊരു കാര്യം ചെയ്യാം, ഇത്തിരി നാളികേരം തിരുമ്മി പാലാക്കി കഞ്ഞിയിൽ ഒഴിക്കാം അല്ലേ? അവൾ തലയാട്ടിയതും ടീച്ചർ പെട്ടെന്ന് നാളികേരത്തിന്റെ പാത എടുത്തുകൊണ്ട് വന്നു. പക്ഷെ ടീച്ചറിനെ കൊണ്ട് തിരുമിക്കാതെ അവൾ അത് പെട്ടെന്ന് തിരുമിയെടുത്തു. പിന്നെ അതൊരു ജാറിലേക്കാക്കി ആവശ്യത്തിന് ഉപ്പും 2 നുള്ളു ജീരകപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് കറക്കിയെടുത്തു. അങ്ങനെ കിട്ടിയ നാളികേരപ്പാലിൽ അരച്ചെടുത്ത ചൂടുള്ള കഞ്ഞിയിലേക്ക് അവൾ വേഗം ചേർത്തിളക്കി. എന്നിട്ട് അതിൽ നിന്നൊരു പങ്ക് കഞ്ഞിയുമായിട്ടാണ് ടീച്ചറിന്റെ ഒപ്പം അവൾ അവനെ കാണാൻ വേണ്ടി പോയത്. കുളി കഴിഞ്ഞ് തലയും തുവർത്തി പുറത്തേക്കിറങ്ങിയവൻ വലതു കൈ മെല്ലെ ഉയർത്തി നോക്കി. വേദനയുണ്ട്, പക്ഷെ കഴിഞ്ഞ ദിവസത്തെ അത്രയൊന്നുമില്ല. അമ്മയും അവളുമൊക്കെ പറഞ്ഞ നേരാണ്. മരുന്ന് കൊള്ളാം, പക്ഷെ അത് കഴിക്കുന്നത്, ദൈവമേ, ആലോചിക്കാൻ കൂടി വയ്യ. ആ ഓർമ്മയിൽ പോലും നാവിൻ തുമ്പിൽ കയ്പുനീര് പൊടിഞ്ഞു. ഒപ്പം തന്നെ പേടിപ്പിച്ച് മരുന്ന് കഴിപ്പിക്കാൻ വാശിക്കുട്ടിയായ കുഞ്ഞിക്കുരുപ്പും കൂടി മനസ്സിലേക്ക് എത്തിയതും ആ നേരം വരെ ഉണ്ടായിരുന്ന കയ്പ് മാഞ്ഞ് അവിടെ കുഞ്ഞി തേൻമിഠായികൾ സ്ഥാനം പിടിക്കാൻ തുടങ്ങി. ചുണ്ടിൽ ഊറി വന്ന പുഞ്ചിരിയെ വിടരാൻ വിട്ടുകൊണ്ട് തോളിലൂടെ ചുറ്റിയിരുന്ന തോർത്തിന്റെ ഒരു വശം കൊണ്ട് തോർത്തി അവൻ മാന്തോപ്പിലേക്ക് തുറക്കുന്ന ജനലിനരികിലേക്ക് പടിയിറങ്ങി ചെന്ന് നിന്നു. നല്ല കാറ്റാണ്. ശരീരത്തെ തണുപ്പിക്കുന്നതിനുമപ്പുറം മനസ്സിലേക്ക് കുളിര് പടർത്തി അതിനെ ഇങ്ങനെ തഴുകി ഒഴുകി മാറിപ്പോകുന്ന നേരത്താണ് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. തുവർത്തിക്കൊണ്ടിരുന്ന തോർത്ത് തോളിലൂടെ തന്നെ ഇട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു അമ്മയെ. കയ്യിലിരിക്കുന്ന ട്രേയിലെ ചൂടുവെള്ളത്തിന്റെ ജഗ്ഗും ഒപ്പം വെച്ചേക്കുന്ന ഗ്ലാസുമൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി രാവിലെ തന്നെ ദ്രോഹിക്കാനുള്ള പരിപാടിയുമായി ഇറങ്ങിയിരിക്കുകയാണെന്ന്. മുഖത്ത് ആകെ കരിനിഴൽ പടർന്ന പോലെ അവന്റെ മുഖം വാടി. നിന്റെ ഭാവം കണ്ടാൽ തോന്നുമല്ലോ ചക്ക ഞാൻ നിന്നെ കൊല്ലാൻ വന്നതാണെന്ന്. ആണല്ലോ, അതിലിപ്പോ എന്താ ഇത്ര തോന്നാൻ? പിണങ്ങിക്കൊണ്ട് ചെക്കന്റെ ദൃഷ്ടി പിന്നെയും മാന്തോപ്പിലേക്ക് തന്നെ പോയി. എങ്കിൽ എന്റെ പൊന്നുമോൻ ഈ കഞ്ഞിയൊന്ന് കുടിക്ക്, അത് കഴിഞ്ഞിട്ട് ഞാൻ മരുന്ന് തരാം. എന്തായാലും മുന്നോ പിന്നോ മരുന്ന് കഴിക്കാണ്ട് പറ്റില്ലല്ലോ. ടീച്ചർ കട്ടായം പറഞ്ഞെങ്കിലും ആളപ്പോൾ കേട്ടത് മരുന്നിലും അധികം കഞ്ഞി എന്ന വാക്കാണ്. ഇന്നും കഞ്ഞിയോ? അമ്മയോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ആ സാധനം വേണ്ടെന്ന്. ഉപ്പുമില്ല പുളിയുമില്ല, ആകെ മനുഷ്യനെ വശം കെടുത്താനായി. ദേഷ്യപ്പെട്ടുകൊണ്ട് കൈവിരലുകൾ പിന്നെയും ജനൽ വരിയിൽ മുറുകി. ഇന്ന് നിന്റെ കഞ്ഞിക്ക് ഉപ്പും പുളിയൊക്കെ കാണും. ടീച്ചർ അവനെ കളിയാക്കി പറഞ്ഞതും ഏതൻ തിരിഞ്ഞ് അമ്മയെ ദേഷ്യത്തോടെ നോക്കി. എന്താടാ ചക്ക ഇങ്ങനെ നോക്കുന്നത്? അല്ല, ഇന്ന് അമ്മയുടെ കഞ്ഞിയുടെ ചോറൂണാണോന്ന് ഞാൻ നോക്കിയതാ. അതിന് പൊട്ടും കമ്മലും ഒക്കെ ഇട്ടിട്ടുണ്ടോന്ന് അറിയണമല്ലോ. ടീച്ചറെ കളിയാക്കി തിരിയാൻ പോയപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരു കൊലുസിന്റെ ഒച്ച കേട്ടത്. പരിചിതമായ ശബ്ദത്തെ ഉറപ്പിക്കാൻ എന്നോണം ഏതൻ നിന്നിടത്തു നിന്നും അകത്തേക്ക് കയറി. മുറിയുടെ ഒരു ഭാഗത്തു നിന്നും 2 പടിക്കെട്ട് ഇറങ്ങിയാൽ മാത്രം കാണുന്ന തളത്തിന്റെ അപ്പുറത്തെ മാന്തോപ്പിലേക്കാണ്. അവിടെ കാണുന്ന ജനാലയിൽ ഏതന്റെ ഇഷ്ടസ്ഥാനം. അവിടെ ഉണ്ടാക്കിയിട്ടേക്കുന്ന കൈവരി ഒരു കുഞ്ഞു പെട്ടി കിടക്കാൻ പാകത്തിൽ വലുതായതുകൊണ്ട് തന്നെ ആ ജനാല തുറന്നിട്ട് അവിടെ കിടക്കുന്നതാണ് ആളുടെ ഇഷ്ടം. അവൻ നിന്നിടത്തു നിന്നും 2 ചുവട്ടടി മുകളിലേക്ക് കയറി അമ്മയുടെ പിന്നിലേക്ക് എത്തി നോക്കി. നീ ഇങ്ങനെ ചാഞ്ഞും ചരിഞ്ഞുമൊന്നും എത്തി നോക്കണ്ട. നിന്റെ സ്റ്റുഡന്റ് തന്നെയാണ് ആള്. ആശാട്ടി ക്ലാസ് മാറ്റിവെച്ചറിയാതെ ഇങ്ങു പോന്നു. ടീച്ചർ പിന്നിൽ പതിഞ്ഞു നിന്നവളെ കാണാൻ പാകത്തിൽ മാറിക്കൊടുത്തുകൊണ്ട് അല്പം ഉറക്കെ ചിരിച്ചതും പിന്നിൽ നിൽക്കുന്നവളുടെ താഴ്ന്ന മുഖം കണ്ടില്ലെങ്കിൽ പോലും ഏതന്റെ മുഖം പൂർണ്ണചന്ദ്രനെ പോലെ വിടർന്നു. ഇന്നലെ കിടക്കുമ്പോൾ പോലും ഇന്ന് രാവിലെ ഇവളെ കാണാൻ പറ്റില്ലല്ലോ എന്ന പ്രതീക്ഷയിൽ കിടന്നിട്ട് രാവിലെ ട്യൂഷൻ മാറ്റിവെച്ചു എന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ദേഷ്യവും സങ്കടവും ചെറുതൊന്നുമായിരുന്നില്ല. അതിന്റെ വാശിക്കാണ് കുറെ നേരം മരുന്ന് കഴിക്കാതെ ഇരുന്നത് തന്നെ. പക്ഷേങ്കിൽ പിന്നെയും പെണ്ണിന്റെ ചോദ്യം മനസ്സിലേക്ക് ഇടിച്ചു കയറി എത്തുമ്പോൾ എത്ര വാശിയുണ്ടായാലും അതെല്ലാം ഉപേക്ഷിച്ച് അവൾ പറയുന്നതൊക്കെ കേൾക്കാൻ തോന്നും.
അങ്ങനെ ആകെ ഒരു അങ്കലാപ്പിൽ ഇരുന്നിടത്ത് ആണ് അവളിപ്പോൾ മുന്നിൽ വന്നു നിൽക്കുന്നത്. അത്രയും മനോഹരമായി ചിരിച്ചുകൊണ്ട് അവൻ അവളെ നോക്കി അമ്മയുടെ അടുത്തേക്ക് ചെന്ന് തോളിലൂടെ വട്ടം പിടിച്ചു. വാൽക്കഷ്ണങ്ങളൊന്നും കൂടെ ഇല്ലാത്തതിന്റെ പ്രശ്നമാണോ അമ്മേ? എങ്കിൽ അവരെയും കൂടി വിളിച്ചിട്ട് വരാൻ പറ. വെറുതെ എന്തിനാ ഇവളുടെ സങ്കടം നമ്മൾ കാണുന്നത്? കൂട്ടുകാർ ഒപ്പമില്ലാത്തതിന്റെ പേടിയും പരിഭവവും അവളിൽ പറഞ്ഞില്ലെങ്കിൽ പോലും അറിയാവുന്നവൻ അതേ ചിരിയോടെയാണ് അമ്മയോട് അത്രയും പറഞ്ഞത്. അതാ അപ്പോ കഷ്ടം മോനെ. അവന്മാര് രണ്ടുപേരും ഏതോ ഒരു പള്ളിക്കാരത്തിന്റെ നേർച്ചയ്ക്ക് വേണ്ടി വെളുപ്പിനെ പോയതാ. പിന്നെയുള്ള നമ്മുടെ രമ്യമോളുടെ വീട്ടിൽ ഒരു മരണം. കൊച്ചും കുടുംബവും അവിടെ പോയേക്കാണ്. അവര് മാത്രമല്ല, ഇവളുടെ അമ്മയും അച്ഛനും ഒക്കെ അവിടെ തന്നെ പോയേക്കുന്നത്. അവര് വരാനും രാത്രിയാകും. അതുകൊണ്ട് കൊച്ചിന്ന് മുഴുവൻ ദിവസവും ഇവിടെ കാണും. ടീച്ചർ കാര്യത്തോടെ പറഞ്ഞുകൊണ്ട് മകന്റെ മരുന്നിന്റെ കാര്യങ്ങൾ ഓരോന്ന് ചെയ്യുമ്പോൾ കേട്ട കാര്യത്തിൽ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു ഏതൻ. അവളെ അടുത്ത് കാണണമെന്ന് ആഗ്രഹിച്ചാണ് ഇന്നലെ കിടന്നത്. പക്ഷേ രാവിലെ പറ്റില്ലെന്നറിഞ്ഞപ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒരു 100 പരാതി ഭഗവാനോട് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. അതാകും ആളിപ്പോൾ നേരിട്ട് ആഗ്രഹങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ആക്കിയത്. ഇതിപ്പോൾ ഒരു നോട്ടം ചോദിച്ചിട്ട് ഒരു പൂന്തോട്ടം കിട്ടിയ പോലുണ്ട്. ഏതന്റെ മനസ്സാകെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്ന അവസ്ഥയിലായി. എന്താ പറയേണ്ടതെന്നോ ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയാതെ മനസ്സിങ്ങനെ പട്ടം പോലെ പാറി പറന്ന് നടക്കുന്നു. ആഹാരത്തിന് മുമ്പുള്ള മരുന്ന് അമ്മ എടുത്തു തരട്ടെ? മറുത്തൊരു വാക്കുപോലും പറയാതെ മൂളുന്നവനെ കേട്ട് ഇത്തവണ ഞെട്ടിയത് ആമ്പലാണ്. കാരണം കുറച്ചു മുന്നേ കൂടി ടീച്ചർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ഒരു വഴക്കാണ് പ്രതീക്ഷിച്ചത്. ആ ഒരു ഭയത്തിലാണ് മുറിയിലേക്ക് കയറി വന്ന് ഈ നേരമായിട്ടും അവിടേക്ക് നോക്കാതിരുന്നത്. പക്ഷേങ്കിൽ ഇപ്പോൾ ആമ്പലുവിന്റെ ഏതാണ്ട് സെയിം അവസ്ഥ തന്നെയായിരുന്നു ടീച്ചറിനും. ചാടിക്കടിച്ചുകൊണ്ട് എന്തെങ്കിലും പറയും എന്ന് കരുതിയ മകൻ സന്തോഷത്തോടെ തന്നെ നോക്കുന്ന കണ്ടതും ടീച്ചറും ഞെട്ടിപ്പോയി. അതേ ഞെട്ടലോടെയാണ് അവന്റെ കയ്യിലേക്ക് കഷായം കൊടുത്തതും ഒറ്റ ഇറുക്കിന് ചെറുക്കൻ അത് കുടിച്ചതും. കയ്പം കഷായം നാവിൽ തൊട്ട് തൊണ്ടയിലൂടെ ഇറങ്ങി താഴേക്ക് പോകുന്നതിന്റെ എല്ലാ ഭാവങ്ങളും ആ മുഖത്ത് മിന്നിമറയുന്നുണ്ടായിരുന്നു. ഒപ്പം കടുത്ത പൊട്ടിത്തെറി പ്രതീക്ഷിച്ച ടീച്ചറിനെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് അവൻ ബാക്കിയുള്ള മരുന്നിനായും കൈനീട്ടി. മകനുണ്ടായ മാറ്റം ടീച്ചറിന് മനസ്സിലായില്ലെങ്കിലും അവൻ വഴക്കില്ലാതെ മരുന്ന് കഴിക്കുന്നതിന്റെ സന്തോഷത്തിൽ ടീച്ചർ വേഗം വേഗം കഴിക്കാനുള്ളതെല്ലാം എടുത്ത് കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവൻ മറുത്തൊരു വാക്കുപോലും പറയാതെ അതെല്ലാം കഴിക്കുകയും ചെയ്തു. എന്റെ മഹാദേവ, ഇന്ന് കാക്ക മലർന്നു പറക്കുമെന്ന് തോന്നുന്നല്ലോ മോളെ. ആമ്പലിനെ നോക്കി പറഞ്ഞുകൊണ്ട് ടീച്ചർ ചിരിക്കവെയാണ് പുറത്തെ ഫോണിലെ ബെല്ല് കേട്ടത്. മിക്കവാറും മാഷ് ചെന്നിട്ട് വിളിക്കുന്നതാവും. മോളി കഞ്ഞി അവന് കൊടുക്കുക കേട്ടോ. പറയുന്നതിനൊപ്പം തന്നെ ടീച്ചർ ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവിടുന്ന് ടീച്ചറും കൂടി പോയതും ആമ്പലു മുന്നിലിരിക്കുന്നവനെ നോക്കി. എന്നാൽ ഈ നേരം അത്രയും സന്തോഷത്തോടെ ആ പെണ്ണിനെ നോക്കിക്കൊണ്ടിരുന്നവൻ പയ്യെ കട്ടിൽ നിന്നും എഴുന്നേറ്റു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.